ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റാറ്റിസ്റ്റിക് ലെസൺ ഗ്രേഡ് 2 2025 എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും തന്നെ പഠിക്കുവാനായിട്ട് പോവുകയാണ് അല്ലെ. അതിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ്, ഏത് ജില്ലയിലാണ് നമ്മൾ അപേക്ഷിക്കേണ്ടത്, അല്ലെങ്കിൽ അപേക്ഷിച്ച് കഴിഞ്ഞവർക്ക് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. ആ ഒരു ജില്ലയുടെ നിയമന സാധ്യതകൾ എത്രത്തോളമാണ്. ഈ ഒരൊറ്റ വീഡിയോയിൽ തന്നെ നമ്മൾ ആലപ്പുഴ ജില്ലയിലെ സ്റ്റാറ്റിസ്റ്റിക് ലെസൺ ഗ്രേഡ് 2 നിയമന സാധ്യതകൾ എത്രത്തോളമാണ് എന്നാണ് അനലൈസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. ശ്രദ്ധിക്കുക, ആലപ്പുഴ ജില്ലയിൽ അപ്ലൈ ചെയ്തവർക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ അല്ല ഇത്. അപ്ലൈ ചെയ്യുവാൻ പോകുന്നവർക്കും അപ്ലൈ ചെയ്യണോ വേണ്ടയോ എന്ന സംശയത്തിൽ നിൽക്കുന്നവർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. ഇതുപോലെ തന്നെ കേരളത്തിലെ എല്ലാ ജില്ലകളുടെയും വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എല്ലാ ജില്ലകളുടെയും ജില്ലാ തലത്തിലുള്ള ആ ഒരു കമ്പാരിസൺ ആയിട്ടുള്ള വീഡിയോയും അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ആലപ്പുഴയിലുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുവാനായിട്ട് മറക്കരുത്. അപ്പോൾ നമുക്ക് ആലപ്പുഴ ജില്ലയിലെ ഡീറ്റെയിൽസിലേക്ക് കടക്കാം. എത്ര പേരായിരുന്നു ആലപ്പുഴ ജില്ലയിൽ 2022 നടന്ന സ്റ്റാറ്റിസ്റ്റിക് ലെസൺ ഗ്രേഡ് 2 പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്? 2106 പേരാണ് ആലപ്പുഴ ജില്ലയിൽ അപ്ലൈ ചെയ്തവരുടെ എണ്ണം എന്ന് പറയുന്നത്. എന്നാൽ കൺഫർമേഷൻ നൽകിയത് എത്ര പേരാണ്? 1230 പേര് മാത്രമാണ് ഈ ഒരു തസ്തികയ്ക്ക് വേണ്ടിയിട്ട് ആലപ്പുഴ ജില്ലയിൽ കൺഫർമേഷൻ നൽകിയത്. ഈ കൺഫർമേഷൻ നൽകുക എന്ന് പറയുമ്പോഴേക്കും PSC ആദ്യമായിട്ട് എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു സംശയമുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളുടെ എക്സാമിന് 1-2 മാസം മുൻപായിട്ട് തന്നെ എക്സാം ഡേറ്റും സിലബസും ഒക്കെ പറഞ്ഞുകൊണ്ട് കൺഫർമേഷൻ നൽകൂ എന്ന് പറഞ്ഞ് PSCയുടെ ഒരു മെസ്സേജ് ഉണ്ടാകും. നമ്മളിപ്പോൾ PSC പ്രൊഫൈലിൽ പോയിട്ട് കൺഫർമേഷൻ നൽകണം. അതായത് നമ്മൾ ഒരു എക്സാം എഴുതുവാനായിട്ട് വന്നിരിക്കുമെന്ന ഒരു കൺഫർമേഷൻ നൽകണം. അപ്പോൾ കൺഫർമേഷൻ നൽകിയാൽ മാത്രമേ നമ്മൾക്ക് എക്സാം എഴുതുവാനായിട്ട് സാധിക്കുകയുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കൺഫർമേഷൻ നമ്മൾ നൽകേണ്ടതുണ്ട്. കൺഫർമേഷൻ നൽകാത്ത പക്ഷം നമ്മൾക്ക് എക്സാം എഴുതുവാനായിട്ട് സാധിക്കില്ല. അങ്ങനെ എക്സാം എഴുതാതെ പോയിട്ടുള്ള കുറച്ച് പേരെ അറിയാട്ടോ. അപ്പോൾ അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പറ്റരുത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. PSC പ്രൊഫൈൽ ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. കൺഫർമേഷൻ നൽകുവാനായിട്ട് വരുമ്പോൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മളുടെ യൂട്യൂബിലും അതുപോലെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാലും കൺഫർമേഷൻ കൊടുത്ത എല്ലാവർക്കും എക്സാം എഴുതാം, വരാൻ പറ്റണം നിർബന്ധമില്ല. ചിലപ്പോൾ വരാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവും. അങ്ങനെ ഈ 1230 പേരിൽ കൺഫർമേഷൻ നൽകിയ 1230 പേര് വെറും 790 പേര് മാത്രമാണ് ആലപ്പുഴ ജില്ലയിൽ പരീക്ഷ എഴുതിയത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരു PSC പരീക്ഷയിൽ മത്സരിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എന്ന് പറയുന്നത് വെറും 790 പേര് മാത്രം. ഇതിൽ തന്നെ വളരെ സീരിയസ് ആയി പഠിക്കുന്നവരുടെ എണ്ണം എത്രത്തോളം ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു കോമ്പറ്റീഷൻ ലെവൽ എത്രത്തോളം കുറവാണ് അല്ലെ. വെറും 790 പേര് മാത്രമാണ് ആലപ്പുഴ ജില്ലയിൽ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തത്. ഈ ഒരു 790 പേരിൽ എത്ര പേരാണ് ആ ഒരു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്? 44 പേരാണ് ആലപ്പുഴ ജില്ലയുടെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 44 പേര്. അങ്ങനെയാണെങ്കിൽ ആ ഒരു മെയിൻ ലിസ്റ്റിലെ കട്ട് ഓഫ് എത്രയായിരുന്നു? മെയിൻ ലിസ്റ്റിലെ ലോവസ്റ്റ് മാർക്ക് അല്ലെങ്കിൽ ആ ഒരു ലിസ്റ്റിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 19.33 മാർക്ക്. വെറും 19.33 മാർക്ക്. അപ്പൊ 19.33 മാർക്കും അതിന് മുകളിലുമുള്ള 44 പേരാണ് ആ ഒരു ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഹയസ്റ്റ് മാർക്ക് 35.33 മാർക്കുമായിരുന്നു. ഇതുവരെ ആലപ്പുഴ ജില്ലയിൽ പോയിട്ടുള്ള അഡ്വൈസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 24 അഡ്വൈസുകളാണ്. അപ്പോൾ 790 പേര് എക്സാം എഴുതി, അതിൽ 24 പേർക്ക് ഇതുവരെ അഡ്വൈസുകൾ പോയി. അപ്പോൾ എക്സാം എഴുതുന്ന ആളുകളുടെ എണ്ണം നോക്കിയാലും അല്ലെങ്കിൽ അഡ്വൈസുകളുടെ എണ്ണം നോക്കിയാലും ഇതുപോലെയുള്ള ഒരു പരീക്ഷ നിങ്ങൾക്ക് ഇനി കാണാനായിട്ട് സാധിക്കുകയില്ല. സ്റ്റാറ്റിസ്റ്റിക് ലെസൺ ഗ്രേഡ് 2 ഒരു പരീക്ഷ ചിലപ്പോൾ ഇനിയൊരു 2-3 വർഷങ്ങൾക്ക് ശേഷമേ വിളിക്കുകയുള്ളൂ. അപ്പോൾ ഇതുപോലെയുള്ള ഒരു അവസരങ്ങൾ നിങ്ങൾ ഒരിക്കലും മിസ്സാക്കരുത് കേട്ടോ. നിങ്ങൾ ഒരു കാര്യത്തിന് വേണ്ടി നന്നായിട്ട് തന്നെ പഠിക്കുക. ഈ ഒരു എക്സാമിന് നന്നായിട്ട് തന്നെ പ്രയത്നിക്കുക. നിങ്ങൾ പ്രയത്നിച്ച കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ അത് ടോപ്പ് റാങ്കിൽ തന്നെ എത്തുവാനായിട്ട് സാധിക്കുന്നതിൽ ഒരു സംശയവുമില്ല. ഇനി നമുക്ക് മെയിൻ ലിസ്റ്റിൽ ഓരോ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും എത്ര പേരാണ് ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്, അവരുടെ ഹയസ്റ്റ് മാർക്ക് എത്രയാണ്, അതുപോലെ ലോവസ്റ്റ് മാർക്ക് എത്രയാണ്, അതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ജനറൽ കാറ്റഗറി വിഭാഗത്തിൽ 18 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 18 പേര് ജനറൽ കാറ്റഗറി വിഭാഗത്തിലായിരുന്നു. 18 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 35.33 മാർക്കും ലോവസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 19.33 മാർക്കും. അതുപോലെ ഇഴവ തീയ ബില്ലവ ഈ ഒരു റിസർവേഷൻ കാറ്റഗറി ഉള്ളവർ 15 പേരായിരുന്നു ആ ഒരു മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. 15 പേരിൽ ഏറ്റവും ഹയസ്റ്റ് മാർക്ക് 35.33, ലോവസ്റ്റ് മാർക്ക് 19.33. അതുപോലെ SC കാറ്റഗറിയിൽ മെയിൻ ലിസ്റ്റിൽ 2 പേരുണ്ടായിരുന്നു. അതിന്റെ ഹയസ്റ്റ് മാർക്ക് 22.33, ലോവസ്റ്റ് മാർക്ക് 19.33. അതുപോലെ ST കാറ്റഗറിയിൽ ആരും തന്നെ മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല.
അതുപോലെ മുസ്ലിം കാറ്റഗറിയിലെ 2 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അതിൽ ഹയസ്റ്റ് മാർക്ക് 20.33 ലോവസ്റ്റ് മാർക്ക് 19.33. എന്നിങ്ങനെയുള്ള എല്ലാ റിസർവേഷൻ കാറ്റഗറിയുടെയും ആ ഒരു കാറ്റഗറി ഉള്ളവരിൽ എത്ര പേരാണ് ആ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്, അത് അവരുടെ ഹയസ്റ്റ് മാർക്ക് എത്രയാണ്, ലോവസ്റ്റ് മാർക്ക് എത്രയാണ്, എന്നിങ്ങനെയുള്ള ഒരു ഡീറ്റെയിൽസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ടേബിൾ നോക്കാം. നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി എന്താണോ അതിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഇനി സപ്ലിമെന്ററി ലിസ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇടവത്തിയ ബില്ലവ ഒരു സപ്ലിമെന്ററി ലിസ്റ്റിൽ 10 പേരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഹയസ്റ്റ് മാർക്ക് എന്ന് പറയുന്നത് 19 മാർക്കാണ്. സ്വാഭാവികമായിട്ടും നമ്മളുടെ മെയിൻ ലിസ്റ്റിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു? 19.33 മാർക്കാണ്. 19.33 താഴെ മാർക്കുള്ളവരാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഉൾപ്പെടുക. അപ്പോൾ ഇടവത്തിയ ബില്ലവ കാറ്റഗറിയിൽ ആ ഒരു കാറ്റഗറിയിൽ സപ്ലിമെന്ററി ലിസ്റ്റിൽ 10 പേരുണ്ടായിരുന്നു. അതിൽ ഹയസ്റ്റ് മാർക്ക് 19, ലോവസ്റ്റ് മാർക്ക് 16.67 SC കാറ്റഗറിയിൽ അതുപോലെ 6 പേരുടെ ലിസ്റ്റ് ആയിരുന്നു സപ്ലിമെന്ററി ലിസ്റ്റ് ഉണ്ടായിരുന്നത്. അതിലെ 18.33 ഹയസ്റ്റ് മാർക്ക്, 13 മാർക്കാണ് ലോവസ്റ്റ് മാർക്ക്. SC കാറ്റഗറിയിൽ ആരും തന്നെ ഈ ഒരു പരീക്ഷ എഴുതിയിട്ടില്ല. അതുകൊണ്ടാണ് സപ്ലിമെന്ററി ലിസ്റ്റിൽ ആ ഒരു കാറ്റഗറിയുടെ ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടില്ല. അങ്ങനെ ആരും ആ ഒരു പരീക്ഷ എഴുതിയിട്ടില്ല. അതുപോലെ മുസ്ലിം കാറ്റഗറിയിൽ 8 പേര് ആ ഒരു ലിസ്റ്റിലുണ്ട്, സപ്ലിമെന്ററി ലിസ്റ്റിലുണ്ട്. അതിൽ ഹയസ്റ്റ് മാർക്കും ലോവസ്റ്റ് മാർക്കും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ റിസർവേഷൻ കാറ്റഗറിയുടെയും ആ ഒരു സപ്ലിമെന്ററി ലിസ്റ്റിൽ എത്ര പേരുണ്ടായിരുന്നു, അവരുടെ ഹയസ്റ്റ് മാർക്ക് എത്രയാണ്, ലോവസ്റ്റ് മാർക്ക് എത്രയാണ്, നിങ്ങളൊന്ന് ഇവിടെ നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി ഏതാണോ അതിനനുസരിച്ചുള്ള ആ ഒരു ഡാറ്റ, ആ ഒരു എത്ര പേര് എഴുതി, അവർക്കുണ്ടായ മാർക്കുകൾ എത്രയാണെന്നൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് അപ്പോൾ ഏത് ജില്ലയിലേക്ക് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിസർവേഷൻ കാറ്റഗറിയിൽ കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റസ് എങ്ങനെയാണ്, ആളുകളുടെ മാർക്ക് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അതുപോലെ ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാറ്റഗറിയുടെ റിസർവേഷൻ വിഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ലൊക്കോമോട്ടർ ഡിസബിലിറ്റി അതുപോലെ സെറിബ്രൽ പാൾസി വിഭാഗത്തിൽ 3 പേരായിരുന്നു ഒരു സപ്ലിമെന്റ് ലിസ്റ്റ് ഉണ്ടായിരുന്നത്. അതിൽ ഹയസ്റ്റ് മാർക്ക് 13.67 മാർക്കും ലോവസ്റ്റ് മാർക്ക് 8.67 മാർക്കുമായിരുന്നു. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ മെയിൻ ലിസ്റ്റിലും സപ്ലിമെന്ററി ലിസ്റ്റിലും ഓരോ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും ഉൾപ്പെട്ട കാൻഡിഡേറ്റ്സിന്റെ എണ്ണം, അതുപോലെ അവരുടെ ഹയസ്റ്റ് മാർക്ക്, ലോവസ്റ്റ് മാർക്ക് എന്നീ വിവരങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അഡ്വൈസ് ഡീറ്റെയിൽസ് ആണ്. അതായത് ഓരോ റിസർവേഷൻ കാറ്റഗറിയിൽ നിന്നും ഏറ്റവും അവസാനം അഡ്വൈസ് പോയ ആളുടെ റാങ്ക് എത്രയാണ്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എത്രയാണ് എന്നീ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് എന്നീ വിഷയങ്ങൾ പ്രധാന വിഷയമായി വരുന്ന കേരള PSC പരീക്ഷകൾ, അതായത് കഴിഞ്ഞ തവണത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് അസിസ്റ്റന്റ് ഗ്രേഡ് 2 എക്സാം, അതുപോലെ 2024 ജൂണിൽ നടന്ന റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷ, അതുപോലെ കഴിഞ്ഞ വർഷം നടന്ന റിസർച്ച് ഓഫീസർ പരീക്ഷ എന്നീ 3 പരീക്ഷകളിലും ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് നേടിയ നേട്ടങ്ങളെക്കുറിച്ച് കുറച്ച് നിമിഷങ്ങൾ. ആലപ്പുഴ ജില്ലയിലെ അഡ്വൈസ് ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കടക്കാം. ഓപ്പൺ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ, അതായത് റിസർവേഷൻ കാറ്റഗറി ഒന്നും കൺസിഡർ ചെയ്യാതെ തന്നെ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ അവസാനമായിട്ട് 14ാമത്തെ റാങ്കുള്ള ആൾക്കാണ് ആ ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ നിന്നും അഡ്വൈസ് പോയിട്ടുള്ളത്. അവസാനമായിട്ട് അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 25 മാർക്കായിരുന്നു. അതുപോലെ മെയിൻ ലിസ്റ്റിലെ 17ാമത്തെ റാങ്കുള്ള ആൾക്കാണ് ഇടവത്തിയ ബില്ലവ റിസർവേഷനിൽ അവസാനമായിട്ട് അഡ്വൈസ് പോയിട്ടുള്ളത്. അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 23.33 മാർക്കാണ്. അതുപോലെ SC കാറ്റഗറിയിലെ മെയിൻ ലിസ്റ്റിലെ 42ാമത്തെ റാങ്കുള്ള ആൾക്കാണ് അവസാനമായിട്ട് അഡ്വൈസ് പോയത്. അഡ്വൈസ് പോയ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 19.33 മാർക്കാണ്. ST കാറ്റഗറി ഇതുവരെ ആർക്കും അഡ്വൈസ് പോയിട്ട് നമുക്ക് ഓരോ കാറ്റഗറിയിലും PSC റൊട്ടേഷൻ ചാർട്ട് ഉണ്ട്. ആ റൊട്ടേഷൻ ചാർട്ട് പ്രകാരമായിരിക്കും അഡ്വൈസ് പോവുക. അപ്പൊ അവരുടെ ഊഴം വരുന്നത് അനുസരിച്ചായിരിക്കും ആ ഒരു അഡ്വൈസ് പോവുക. മുസ്ലിം വിഭാഗത്തിൽ, അതായത് മെയിൻ ലിസ്റ്റ് സപ്ലിമെന്ററി ലിസ്റ്റിലെ ആദ്യത്തെ റാങ്കുള്ള ആൾക്കാണ് മുസ്ലിം കാറ്റഗറിയിൽ നിന്നും അവസാനമായിട്ട് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയിട്ടുള്ളത്. ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 18.33 മാർക്കാണ്. അതുപോലെ LC കാറ്റഗറി ഇതുവരെ ആർക്കും തന്നെ അഡ്വൈസ് പോയിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി ഏതാണോ ആ റിസർവേഷൻ കാറ്റഗറിയുടെ ഡാറ്റാസ് നിങ്ങൾ നോക്കുക, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ വിശ്വകർമ്മ, SIUC നാടാർ, SCCC, ധീവര ഈ കാറ്റഗറിയിൽ ഒന്നും തന്നെ ഇതുവരെ ആർക്കും അഡ്വൈസുകൾ പോയിട്ടില്ല. അവരുടെ ഊഴം വരുന്നതിനനുസരിച്ചായിരിക്കും അഡ്വൈസുകൾ പോവുക. അതുപോലെ ഹിന്ദു നാടാർ ആ റിസർവേഷനുള്ള ആള് ഓപ്പൺ കോമ്പറ്റീഷൻ വിഭാഗത്തിൽ തന്നെയായിരുന്നു ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആളുടെ മാർക്ക്
അഡ്വൈസ് ലാസ്റ്റ് പോയ ആളുടെ മാർക്ക് എന്ന് പറയുന്നത് 27 മാർക്കായിരുന്നു. അപ്പൊ നിങ്ങളുടെ റിസർവേഷൻ നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഡാറ്റ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അതുപോലെ ഡിഫറൻറ്റ്ലി ഏബിൾഡ് കാറ്റഗറിയിൽ ലോക്കോമോട്ടർ ഡിസബിലിറ്റി സെർവർ പ്ലസ് ആ ഒരു കാറ്റഗറിയിൽ നിന്നും സപ്ലിമെന്ററി ലിസ്റ്റിലുള്ള രണ്ടാമത്തെ റാങ്കുള്ള ആൾക്കാണ് അവസാനമായിട്ട് അഡ്വൈസ് പോയത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിസർവേഷൻ കാറ്റഗറി ഏതാണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് അവസാനമായിട്ട് അഡ്വൈസ് പോയ ആളുടെ റാങ്ക് എത്രയാണ്, ഏത് റാങ്കുള്ള ആൾക്കാണ് അവസാനമായിട്ട് ആ ഒരു വിഭാഗത്തിൽ അഡ്വൈസ് പോയത്, ആളുടെ മാർക്ക് എത്രയാണ്, എന്നുള്ള കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് രണ്ട് ജില്ലകൾ തമ്മിൽ സംശയം ഉണ്ടെങ്കിൽ 2 ജില്ലയിലെയും ഡാറ്റാസ് ഒന്ന് കളക്ട് ചെയ്തിട്ട് അതൊന്ന് നോട്ട് ചെയ്ത് കമ്പയർ ചെയ്ത് നോക്കുക. പിന്നെ നമ്മളുടെ എല്ലാ ജില്ലകളും തമ്മിലുള്ള കമ്പാരിസൺ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഒന്ന് കാണുക. നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഏത് ജില്ലയിൽ വേണം അപ്ലൈ ചെയ്യുവാനായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ തവണത്തെ ആ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആലപ്പുഴ ജില്ലയിലെ ഡീറ്റെയിൽസ് ആണ് കണ്ടതല്ലേ. എത്ര പേര് എക്സാമിന് അപ്ലൈ ചെയ്തു, എത്ര എക്സാം കൺഫർമേഷൻ നൽകി, എത്ര പേര് എക്സാം എഴുതി. വെറും 790 പേര് മാത്രമാണ് ആലപ്പുഴ ജില്ലയിൽ ഈ ഒരു എക്സാം എഴുതിയിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇതുപോലൊരു എക്സാം നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എല്ലാ പരീക്ഷകളും നമ്മുടെ ജനറൽ പി എസ് സി പരീക്ഷകളായിക്കോട്ടെ, ലക്ഷക്കണക്കിന് ആളുകളാണ് ആ പരീക്ഷകളൊക്കെ എഴുതുന്നത്. ഒരു കോമ്പറ്റീവ് എക്സാമിൽ വെറും 790 പേര് മാത്രം മത്സരിക്കുന്ന ഒരു പരീക്ഷ. അതുകൊണ്ട് തന്നെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കണം കേട്ടോ. നന്നായിട്ട് പഠിക്കുക. നമുക്കൊരു 6 മാസം മുൻപിലുണ്ട്. എല്ലാ ദിവസവും നമ്മളുടെ ആ ഒരു ജില്ലയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും നിങ്ങളുടെ പേരും ആ ഒരു ടോപ്പ് റാങ്കിൽ തന്നെ ഉണ്ടാവണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഈ ഒരു 6 മാസക്കാലം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ ഒരു ലിസ്റ്റിൽ ഏറ്റവും ടോപ്പ് റാങ്കിലേക്ക് എത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്, തയ്യാറെടുക്കേണ്ടത്? സബ്ജക്ട് ബേസ്ഡ് എക്സാമുകളിൽ, അതായത് പ്രത്യേകമായിട്ടും സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് എന്നീ വിഷയങ്ങൾ പ്രധാന വിഷയമായി വരുന്ന സബ്ജക്ട് ബേസ്ഡ് എക്സാമുകളിൽ PSC ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ പഠിക്കുവാനായിട്ട്. ആ ഒരു രീതി മനസ്സിലാക്കി അനലൈസ് ചെയ്തുകൊണ്ടാണ് ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിൽ എല്ലാ ക്ലാസ്സുകളും എല്ലാ മോക്ക് ടെസ്റ്റുകളും പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു തെളിവാണ് 2024 ജൂണിൽ നടന്ന റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷ. ആ ഒരു പരീക്ഷയിൽ ഇതേപോലെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ്, മാത്തമാറ്റിക്സ്, കൊമേഴ്സ്, എക്കണോമിക്സ് ആയിരുന്നു പ്രധാന വിഷയങ്ങളായിട്ട് പഠിക്കുവാനായിട്ടുണ്ടായിരുന്നത്. ആ ഒരു പരീക്ഷയിൽ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിൽ പഠിപ്പിച്ച ഭാഗങ്ങളിൽ നിന്നും 64 ചോദ്യങ്ങളാണ് നമ്മളുടെ മെയിൻ എക്സാമിന് വന്നത്. 64 ചോദ്യങ്ങൾ, എക്സാക്ട്ലി സെയിം ആയിട്ടുള്ള ചോദ്യങ്ങൾ, സിമിലർ ആയിട്ടുള്ള ചോദ്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ട ചോദ്യങ്ങൾ, അങ്ങനെ 64 ചോദ്യങ്ങളാണ് ഒരു പരീക്ഷയ്ക്ക് വന്നത്. ആ 64 ചോദ്യങ്ങൾ ഏതൊക്കെ ക്ലാസ്സിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ഏതൊക്കെ മോക്ക് ടെസ്റ്റിലെ ചോദ്യങ്ങളാണ്, അല്ലെങ്കിൽ ഏത് ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ എന്നിങ്ങനെയുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ യൂട്യൂബിൽ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് കണ്ടു നോക്കാം. അപ്പോൾ ആ ഒരു PSC ചോദ്യങ്ങൾ ചോദിക്കുന്ന രീതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിന്റെ എല്ലാ ക്ലാസ്സുകളും തയ്യാറാക്കുന്നത്. അതിന്റെ ഫലം തന്നെയായിരുന്നു 64 ചോദ്യങ്ങൾ വന്നതും. മാത്രമല്ല റിസർച്ച് അസിസ്റ്റന്റ് പരീക്ഷയിൽ വെറും 159 പേര് മാത്രം അടങ്ങുന്ന ഷോർട്ട് ലിസ്റ്റിൽ ഇടം നേടിയത് 37 പേരാണ്. അത് സ്റ്റേജ് വൈഡ് എക്സാം ആണ്. 37 പേരും ലേൺ ഫാസ്റ്റിലെ സ്റ്റുഡൻസ് ആയിരുന്നു. 19 പേരാണ് മെയിൻ ലിസ്റ്റിൽ മാത്രമുള്ളത്. 19 പേര് മെയിൻ ലിസ്റ്റിലും 18 പേര് സപ്ലിമെന്ററി ലിസ്റ്റിലും. അതുപോലെ 2022 സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയിൽ ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റിൽ നിന്നും 55 റാങ്ക് ഹോൾഡേഴ്സ് ആണ് ഉണ്ടായിരുന്നത്. 55 റാങ്കുകൾ, 1ഉം 2ഉം 3ഉം 4ഉം 5ഉം റാങ്കുകൾ ഉൾപ്പെടെ വിവിധ ജില്ലകളിലായി 55 റാങ്കുകൾ. എങ്ങനെയാണ് ഇത് സാധ്യമാവുക? PSC പരീക്ഷയിൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്. ആ ഒരു രീതി മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കുവാനായിട്ട്. ഞങ്ങൾ ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതും അതുപോലെ മോക്ക് ടെസ്റ്റ് എഴുതുന്ന ക്വസ്റ്റ്യൻസും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയും പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന 2025 സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റന്റ് ഗ്രേഡ് 2 പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേരും ഏറ്റവും ടോപ്പ് റാങ്കിൽ ഉണ്ടാവുമെന്നതിൽ ഒരു സംശയവുമില്ല. ഈ 2025 നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്കൊരു ഗവൺമെന്റ് ജോലി നേടുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളോടൊപ്പം ലേൺ ഫാസ്റ്റ് എഡ്യൂക്കേറ്റ് എന്നും ഉണ്ടാവും. താങ്ക് യു.